ബേസിൽ ജോസഫ് രൺവീർ സിംഗിനെ വെച്ചിട്ട് ഒരു പടം ഹോളിവുഡിൽ ചെയ്യാനിരുന്നതായിരുന്നു. രൺവീർ സിംഗിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോൺ 3 സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ഒരു കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, രൺവീർ സിംഗ് ഏറ്റവും മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആകാംക്ഷയോടെ കാത്തിരുന്ന ഡോൺ 3 സിനിമയിൽ നിന്നും രൺവീർ സിംഗ് പിന്മാറിയത് 45 കോടി രൂപ നഷ്ടം വന്നെന്നും പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ രൺവീർ സിംഗ് ഒരു ദുരന്തറിനകത്ത് വെച്ചേക്കുന്ന ഗെറ്റപ്പ്, ആ ഒരു ഗെറ്റപ്പ് വിഷയമാണെന്നാണ് പൊതുവെ പറഞ്ഞ റിപ്പോർട്ട്. ഇപ്പൊ ധൂം 3-ക്കകത്ത് വേറെ എന്തോ ഒരു ഗെറ്റപ്പ് പറഞ്ഞായിരുന്നു. ആ ഗെറ്റപ്പ് ഇന്നപോലെ ഒരു ഗെറ്റപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രൺവീർ സിംഗ് അതല്ല, ഇങ്ങനെ ഒരു രീതിയാണ് എനിക്ക് ഒന്നുകൂടെ കൊള്ളാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതുമായിട്ട് തമ്മിൽ വാക്ക് തർക്കങ്ങളാണ് ഇത്രയും കൊണ്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരൻ പിന്മാറിയതാണ് ഈ വിഷയങ്ങൾ. ഇപ്പൊ അഡ്വാൻസ് വാങ്ങിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, എങ്കിലും 45 കോടി രൂപയ്ക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. രൺവീർ സിംഗിനെ വെച്ചിട്ട് മുന്നോട്ട് പോകാനിരുന്നതായിരുന്നു. അതുകൊണ്ട് 45 കോടി രൂപ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കോടതി അംഗീകരിക്കുകയും അതുമായിട്ട് വിലക്ക് ഏർപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിലക്ക് ഏർപ്പെടുത്തിയ റിപ്പോർട്ടിനകത്ത് നമ്മുടെ ബേസിൽ ജോസഫ് രൺവീർ സിംഗിനെ വെച്ചിട്ട് ഒരു പടം ഹോളിവുഡിൽ ചെയ്യാനിരുന്നതായിരുന്നു. ആ സിനിമയ്ക്കും ഇപ്പോൾ മിക്കവാറും പണി കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. കാരണം അതേപോലെ ബേസിൽ ജോസഫിന്റെ പടം രൺവീർ സിംഗിന്റെ പടം ഇനി നടക്കുവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ വിലക്ക് ഇനി അത് മാറുന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല. അപ്പൊ എത്രയും വേഗം അത് വിലക്ക് മാറിയാൽ ബേസിൽ ജോസഫിന്റെ സിനിമ തുടങ്ങുമായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകളൊന്നും പുറത്തു പറഞ്ഞത് ഇപ്പം ദുരന്തർ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ബേസിൽ ജോസഫ് ഡയറക്ട് ചെയ്യാനിരുന്ന രൺവീർ സിംഗിന്റെ മൂവി. ഇപ്പൊ അത് ഈ ഒരു വിലക്കൂടായപ്പോ അതിൽ നിന്ന് മുന്നോട്ടാണോ പിന്നോട്ടാണോ ബേസിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ ഈ ന്യൂസ് ഇന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് വിലക്ക് ഏർപ്പെടുത്തി എത്ര വർഷത്തേക്കാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഇത് സെറ്റിൽമെന്റ് ചെയ്തോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം സെഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ മുന്നോട്ട് പോകുന്നോ പിന്നോട്ട് പോകുന്നോ അറിയത്തില്ല. അതിന്റെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ഡോൺ 3 പ്രതീക്ഷിച്ചിരുന്ന സിനിമയാണ്. അടുത്ത 2027 റിലീസ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. 2027 ലാസ്റ്റോട് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പടമാണ് ഡോൺ 3. അതിന്റെ ഇടയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ബേസിൽ ജോസഫിന്റെ പടം ഡോൺ 3 കഴിഞ്ഞിട്ടാണ് ഇറക്കാനായിട്ടിരുന്നത്. രൺവീറിന്റെ ഡേറ്റ് ഏകദേശം ആയെന്ന് തോന്നുന്നു. ആ ഒരു കാലഘട്ടം, ആ ടൈം അനുസരിച്ച് അന്ന് പറഞ്ഞ അനുസരിച്ച് ആയിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ ഊരാക്കുടുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ അതിന്റെ പേരില് എന്തോ അടുത്ത പടം ബേസിൽ ജോസഫിന്റെ ഈ സിനിമ ഡയറക്ട് ചെയ്യാനിരുന്ന സിനിമ ഇറങ്ങുമോ ഇല്ലയോ, ഇനി അതിന്റെ കാര്യങ്ങൾ എന്താണ് അപ്ഡേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം, എല്ലാരും കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കാം. അപ്പം ബേസിൽ ജോസഫിന്റെ പടം നടക്കുവോ ഇല്ലയോ, അതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും നടക്കട്ടെ, നടക്കാതിരിക്കരുത്. കാര്യം ഇത്ര അനൗൺസ്മെന്റ് ചെയ്തതാണ്. അതേപോലെ ഡോൺ 3 ഇറങ്ങിയതിന് ശേഷം ബില്ല 3 ഇറങ്ങുള്ളൂ. ബില്ല 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഡോൺ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം തന്നെ, പക്ഷെ ഇങ്ങനെ ഊരാക്കുടുക്ക് വന്ന സ്ഥിതിക്ക് രണ്ട് പടവും എന്താകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. അപ്പൊ എന്തായാലും നല്ലതിന് തന്നെ പോട്ടെ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഗുണമില്ല. അപ്പം എല്ലാം നേരെ പെട്ടെന്ന് തന്നെ എല്ലാം സോൾവ് ആവട്ടെ. അപ്പൊ ശരി, എന്നാ പുതിയ ന്യൂസ് എല്ലാം കിട്ടുമെങ്കിൽ ഉടനെ ചാടി വരാം. ഓക്കെ, ബൈ.